ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ചീസ് പൊറോട്ട. അതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഗോബി ചീസ് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിരിക്കുന്നു, 100 ഗ്രാം കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, 50 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഒരു കുറച്ച് മല്ലിയില കട്ട് ചെയ്ത്. നിങ്ങൾ ചീസ് ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അര ടീസ്പൂൺ ഉപ്പ് പൊടി എടുക്കണം. ചീസിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ പച്ചക്കറികളെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്യുന്നു. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഞാൻ ഒഴിക്കുന്നു. ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിടുന്നു. സവാള അരിഞ്ഞ് വെച്ചിടുന്നു. കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്ത് വെച്ചിടുന്നു. ബാക്കി നമ്മൾ മസാലയെല്ലാം ഇടുന്നു. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗ്രീൻ ചില്ലീസ് ചെറുതായിട്ട് കട്ട് ചെയ്തും ഇടാം. ഇത് വെറും 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഈ ധനിയാപ്പത്ത ഇടുന്നു. ധനിയാപ്പത്ത എന്ന് പറഞ്ഞാൽ മല്ലിയില. 2 മിനിറ്റായി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചീസ് ഇട്ടാൽ മതി. ചൂടോടെ ഇടരുത്. ഇത് തണുത്തു. ഇതിലേക്ക് ഞാൻ ഈ ചീസ് ഇടാൻ പോകുന്നു. ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ്. നോർത്ത് ഇന്ത്യൻസ് ഇതിൽ ആംചൂർ ഇടും. ആംചൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമാങ്ങ ഉണങ്ങി പൊടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആംചൂർ ഇടാം. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. ഇത്ര വലിയൊരു ബോൾ ഞാനെടുത്തു. ഇതിൽ ഞാൻ ഫില്ല് ചെയ്യുന്നു. രണ്ട് വശം ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓയിൽ വേണമെങ്കിൽ ഓയിൽ, ബട്ടർ വേണമെങ്കിൽ ബട്ടർ. ഞാൻ ഓയിൽ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. ഞാൻ ബട്ടർ ഉപയോഗിക്കാൻ പോകുന്നു. ഇത് രണ്ട് വശവും ഫ്രൈ ആയി. നമ്മൾ ഇതിലേക്ക് ഇനി സ്വല്പം ബട്ടർ പുരട്ടുന്നു.
100 ഗ്രാം ഗോതമ്പ് പൊടി കൊണ്ട് ഞാൻ 4 പൊറോട്ട ഉണ്ടാക്കി. ഇത് ലാസ്റ്റ് പൊറോട്ട. നിങ്ങളുടെ ഈ ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണേലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെറും കോളിഫ്ലവർ ബാക്കി കോണ്ടിമെൻറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കാം. ഇതായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. 4ാമത്തെ പൊറോട്ട ഇത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ചീസ് പൊറോട്ട ഈസ് റെഡി. ഇതിന് കോമ്പിനേഷനായിട്ട് തൈരും അച്ചാറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തൈരിൽ ഒരു സ്വല്പം മുളക് പൊടി ഇട്ടു. ഞാൻ ഇതിന് യൂസ് ചെയ്യാൻ എടുത്ത് വെച്ചത് ഓയിലാണെങ്കിലും യൂസ് ചെയ്തത് ബട്ടറാണ്. കാരണം ഫാമിലി പറഞ്ഞ് ബട്ടർ ഇട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.